ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിലെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്നാണെന്നറിയോ? അതിനൊക്കെ ഭയങ്കര ചിലവാണെന്നൊരു. അത് കൂടാതെ വേറൊരു കാര്യം കൂടെ പറയും. ആ കവലക്കിലോട്ട് എങ്ങാനും ഇറങ്ങുവാണെങ്കിൽ 10 രൂപയ്ക്ക് 1.5 കിലോ പയറ്, 10 രൂപയ്ക്ക് 1.5 കിലോ ബീൻസ്, 10 രൂപയ്ക്ക് 1.5 കിലോ പാവയ്ക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോരുമ്പോഴേ ഈ പാവയ്ക്കയും പയറും ഒന്നും മാത്രമല്ല അവർക്ക് നമുക്ക് തന്നുവിടുന്നത്, നമ്മളുടെ കുടലിനെയും കരളിനെയും കിഡ്നിയെയും ഒക്കെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന പല കാര്യങ്ങളും കൂടെ ഫ്രീ ആയിട്ട് അവർ നമുക്ക് തന്നുവിടും. 10 പൈസ ചെലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളവും കീടനാശിനിയും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തേത്. ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ ഭാഷയെ പറയുവാണെങ്കിൽ മനസ്സിൽ ലഡ്ഡു പൊട്ടി മക്കളെ എന്ന് പറയും. വളവും കീടനാശിനിയും കൂടെ നമുക്ക് ഒന്നിച്ചുണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് കറ്റാർവാഴയാണേ, അലോവേര എന്ന് പറയും. എനിക്കിവിടെ ഒരു 3 ചുവട് കറ്റാർവാഴയാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ചൂട് കറ്റാർവാഴ ഇവിടെ ഉള്ളത്. വേറൊരെണ്ണം ഞാൻ കാണിക്കാവേ. വേറൊരെണ്ണം ഇതാണേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഇല, ചോട്ടീന്നൊരില പറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലത്തെ ഒരില മതി. വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ, ഇതിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ എടുക്കുക. ഇതുപോലത്തെ ഒരു തണ്ടായാലും മതി കേട്ടോ. ഇത് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ട് മുറിച്ചിടാൻ പോവുകയാണേ. കണ്ടോ, ചെറുതായിട്ട് മുറിച്ച് ഇങ്ങനെ ഇടും. ഇപ്പം ഇത് ഇങ്ങനെ വെറുതെ ചെയ്യും. ഇപ്പം മിക്സിക്കകത്ത് അരയ്ക്കാതെയും നമുക്ക് ചെയ്യാം, വെറുതെ മുറിച്ചിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പം ഞാൻ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇതും കൂടെ എടുക്കാവേ. അപ്പം ഇതിൽ നിന്ന് നിറച്ച് കണ്ടോ ജെല്ല് വരുന്ന കണ്ടോ, ഇങ്ങനെ ഒഴുകി ജെല്ല് പോലൊരു സാധനം വരും. അതാണ് ശരിക്കും നമ്മുടെ ചെടിക്ക് ഗുണപ്പെടുന്നത്. അപ്പം ഞാൻ ഇത് ഇത്രയും, പേടിയോ കൈ മുറിയുമോ, ഇത്ര ഇട്ടു. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ? ഇത് മഞ്ഞളിൻ്റെ പൊടിയാണേ. മഞ്ഞളിൻ്റെ പൊടിക്ക് ഫംഗസുകളെയും അതുപോലെ ചെടികൾക്ക് രോഗം ഉണ്ടാക്കുന്ന മറ്റു പല കാര്യങ്ങളെയും നശിപ്പിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ കഴിവുള്ളതാണ് മഞ്ഞളിൻ്റെ പൊടി. അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണേ. ആ കഞ്ഞിവെള്ളം കൂടെ ഇതിനകത്തേക്ക് കുറച്ചൊഴിക്കുക. ബാക്കി ഇവിടെ ഇരുന്നാൽ മതി. ഇത്രയും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണേ. ഒരു ചെറിയ കഷ്ണം ശർക്കര, അതും കൂടെ ഇട്ടിട്ട് ഞാനിതൊന്ന് അടിച്ചുകൊണ്ട് വരാവേ. നല്ല കിടുക്കാച്ചിയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. ശകല ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. ശർക്കര ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. പക്ഷെ ഗുണം കൂടുതലായിരിക്കും കേട്ടോ. അപ്പം നല്ല ഷെയ്ക്ക് പോലെ ഇരിക്കുന്നുണ്ടോ. ഇത് ഞാനൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പം ഇത് നല്ല ഇഴയടുപ്പമുള്ള അരിപ്പയാണ്. നമുക്ക് സ്പ്രേ ചെയ്യാനാണെങ്കിലാണ് ഇങ്ങനെ അരിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലെ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലേ, ആ കഞ്ഞിവെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇങ്ങനെ ജെല്ല് പോലത്തെ സാധനമല്ലേ, അപ്പം ഒഴുകി ഇറങ്ങി വരാൻ താമസം വരും കേട്ടോ. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് കാണിക്കാം. ഏകദേശം ഇതിനകത്തെ സാധനം നമ്മൾ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പൈനാപ്പിളൊക്കെ അരച്ചിട്ട് അരിക്കുകയല്ലേ, അതുപോലെയാണ്. കണ്ടോ, കുറേ എങ്ങാനും വീഴാത്ത തരത്തിൽ കാണും. അത് വെള്ളത്തിനകത്തോട്ട് നല്ലോണം കലക്കിയിട്ട് അങ്ങ് ചെടിയുടെ ചോട്ടിലോട്ടും മേളിലോട്ടും ഇത് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് മാറ്റി വെക്കുവാണ്. ഇനി ഇതിനെ നമ്മളൊരു 5 or 6 ഇരട്ടിയായിട്ട് നേർപ്പിക്കണം. കണ്ടോ, ഇനി നമുക്ക് ബാക്കി പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ മാറ്റാം കേട്ടോ. ഞാൻ ഈ സ്പ്രേയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഇത് വീണ്ടും നമ്മൾ അരിച്ച് തന്നെ ഒഴിക്കുവാണേ. ബാക്കി നമ്മൾ 4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിൽ നിന്ന് അരിച്ച് ഇതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണേ. ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. ബാക്കി ഞാൻ 4 കപ്പും കൂടെ ചേർക്കുന്നുണ്ടേ. ഇത് ഞാനൊന്ന് അടച്ചിട്ട് പ്രഷറാക്കി കാണിക്കാവേ. ഇത് നമുക്ക് എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും പഴച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ
പച്ച ഡാർക്ക് പച്ച പയറെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ പച്ച നിറത്തിലുള്ള പയറാണ്. ഇത് കാർക്കൂന്തൽ പയറാണേ. കണ്ടോ, ഇതിൻ്റെ നീളം ഒന്നും ആയിട്ടില്ല. അതുപോലെ ഇത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാകുന്നതായി പച്ചപ്പയർ കേട്ടോ. ഇതിലൊക്കെ മുഞ്ഞയുടെയും അതുപോലെ പുഴുവിൻ്റെയും ഒക്കെ ശല്യങ്ങളുണ്ടായ നമുക്കിത് ഇതേപോലെ അങ്ങനെ ഇലയുടെ അടിയിലൊക്കെ വീഴത്തക്ക രീതിയിൽ നല്ലപോലെ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ചെറിയ ചെറിയ പ്രാണികൾ, ആമവണ്ട, ഇതൊക്കെ എപ്പോഴും കാണും ചെടികളിൽ. അത് പറന്നു പോകുന്നത് നമുക്ക് കാണാവേ. കണ്ടോ, നമ്മളിങ്ങനെ അങ്ങോട്ട് നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒന്നും പേടിക്കാനില്ല, വിഷമായിട്ടുള്ള ഒരു സാധനവും ഇല്ല. വിളവെടുക്കാറായതാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതുപോലെ കണ്ടോ, നമുക്ക് ഈ തക്കാളിയും ഒക്കെ ഇതുപോലെ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റുകളായിട്ട് പറഞ്ഞ് അറിയിക്കാനും മറന്നു പോകരുതേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് വിളവെടുത്തിട്ട് വരാം കേട്ടോ. വിളവെടുക്കാനായിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വയലറ്റ് ചതുരപ്പയറാണ്. നേരെ കുതിർക്കാതെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് പാകി വെച്ചത്. മണ്ണിനകത്തേക്ക് പാകിയിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ചകിരിച്ചോറിട്ടിട്ട് നനച്ച് വെച്ചതാണേ. ഇതേ കിളുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ വയലറ്റ് ചതുരപ്പയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ നമ്മളിപ്പോൾ കാണിച്ചില്ലേ പച്ച നീളൻ പയർ, അങ്ങനെയൊക്കെയുള്ള വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടു കഴിയുമ്പം ഞാൻ വീഡിയോയിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിലൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാവേ. പിന്നൊരു കാര്യമാണേ, നമ്മളിത് ഇവിടെ വിളവെടുക്കാൻ പോകുന്നതിന് മുൻപേ ഇത് നമ്മുടെ സ്റ്റാർ ആപ്പിളാണേ, അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും. അപ്പം നമുക്കിത് ഇതിനെ ഒന്ന് മുറിച്ച് നോക്കാം. കഴിഞ്ഞ ദിവസമേ ഞാനിത് നമ്മൾ തിരുവാതിരപ്പുഴുക്കിന് ആവശ്യമായ കാച്ചിലും ഒക്കെ വിളവെടുക്കുന്ന വീഡിയോയിലും ഇതിനെ ഞാൻ പറിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ടെറസയിലെ കൃഷിയും കഴിഞ്ഞിട്ട് അവിടെ വരെ പോകാൻ താമസമാണല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാനിത് പറിച്ചുകൊണ്ട് പോകുന്നത്. കണ്ടോ, ഇതിനകത്തോട്ട് നോക്കിയാൽ സ്റ്റാറിൻ്റെ പോലെയുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്നത്. സ്റ്റാർ ഫ്രൂട്ട് അല്ല, സ്റ്റാർ ഫ്രൂട്ട് ഇതാണേ. അതും ഇതുപോലെ തന്നെ മുറിച്ച് കഴിയുമ്പോൾ കണ്ടോ സ്റ്റാർ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സ്റ്റാർ ചേർത്ത് പറയുന്നത്. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്, ഇത് സ്റ്റാർ ആപ്പിളാണ് കേട്ടോ. അപ്പം നമുക്കിത് അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇത് കണ്ടോ, ഇതുപോലെ നമുക്കിതിനെ സ്പൂണ് കൊണ്ട് കണ്ടോ ഇങ്ങനെ പൊക്കിയെടുക്കാം. ഇത് മാത്രമല്ല, ഇത് പിടിച്ചിരിക്കുന്ന സാധനമില്ലേ, അതും നല്ല മധുരമുള്ളതാണ്. അതൊക്കെ ഞാൻ തിന്ന് നോക്കിയിട്ടുണ്ട്. വേണോ തിന്നെ? കഴിക്കാൻ വേണോ? എന്നാ ടേസ്റ്റ്? ഞാൻ കഴിക്കാവേ. സൂപ്പർ സാധനം കേട്ടോ. ഇത് ആർക്കും വാങ്ങിച്ചു വെക്കാം, പക്ഷെ കുറച്ചും വലുതായിട്ടേ ഉണ്ടാകത്തുള്ളൂ. നമുക്കിതിനെ പാത്രത്തിനകത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. മണ്ണിലാണ് നല്ലത്. ഇവിടെ നോക്കാം, 2 പേരയ്ക്കുണ്ട് കേട്ടോ, നല്ല പഴുത്തിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം കിളി കൊണ്ടുപോയി. എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ട്. അതുപോലെ ഇതേ ഇങ്ങോട്ട് നിൽക്കാം, നാരങ്ങ കിടക്കുന്നത് ഈ ചെറുനാരകത്തേലുണ്ടായതാണ്. നമ്മൾ ഈ നാരകത്തെ നോക്കിയാൽ അറിയാം, വീണ്ടും മൊട്ടുകളുണ്ട്, അതുപോലെ പൂവുകളുണ്ട്, ചെറുതായിട്ട് പിടിച്ചു തുടങ്ങിയിരിക്കുന്ന നാരങ്ങയുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ പെറുക്കിയെടുക്കാം. ഇത് ഈ ചോട്ടിൽ വീണ് കിടക്കുന്നതിനെ ഇതിനകത്തോട്ട് പെറുക്കിയിട്ടിരിക്കുന്നതാണേ. ഇത് നമ്മൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചാൽ കുറേ ദിവസങ്ങളോളം നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു ചെറിയ നാരകമാണ്. ഇതേപോലെ നിങ്ങൾക്കും നാരകം ഒരെണ്ണം നട്ടു വളർത്തുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ പഴച്ചെടിയുടെ കൂടെ ഞാൻ 1-2 തക്കാളി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് കായ്കളൊക്കെ ഉണ്ട്, പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പഴുത്തതിനെ മാത്രം ഒന്ന് വിളവെടുക്കാം. വേറെ നമ്മുടെ സാധാരണ തക്കാളി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്താണ്. ഇതൊരു സൂരിനാം ചെറിയാണേ. നിറയെ പൂ പിടിച്ചിരിക്കുന്നൊരു സമയമാണ്. പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പിടിച്ച പൂക്കൾ മുഴുവനും കായ്കളൊന്നുമായി മാറത്തൊന്നുമില്ല. നമ്മുടെ ഈ ബെയറാപ്പിളിനുണ്ടാകത്തില്ലേ, അതുപോലെ തന്നെയാണ്, നിറയെയാണ് ഇതിനകത്ത് പൂ ഉണ്ടാകുന്നത്. അവിടെ ഇവിടെയൊക്കെ കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇത് നമ്മുടെ ബെയറാപ്പിളാണേ. ഏകദേശം വടമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചതാണ്. ഇത് ഒരെണ്ണം മാത്രം ഇതേ മിച്ചം കിടപ്പുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനം കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ ഉള്ളിയാണേ.
അപ്പം ഞാനിത് തോരൻ വെക്കാനുള്ള തണ്ടായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഉള്ളി വിളവെടുക്കാൻ വേണ്ടി അല്ല. ഉള്ളി വിളവെടുക്കാനാണെങ്കിൽ പൂക്കളെ ഇങ്ങനെ നിർത്തരുത്. പൂക്കളെ നിർത്തിയിരുന്നാൽ അതിൻ്റെ ചോട്ടിലുണ്ടാകുന്ന ഉള്ളി ചെറുതായി പോകും കേട്ടോ. ഇതൊരു ബനാന സപ്പോട്ടയാണേ. ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നമ്മുടെ ഈ സപ്പോട്ടകളെല്ലാം. എനിക്കിത് ക്രിക്കറ്റ് ബോൾ സപ്പോട്ടയുണ്ട്, ബനാന സപ്പോട്ടയൊക്കെ ഉണ്ട്. കൊലകളായിട്ടൊന്നും എനിക്കിതുവരെ സപ്പോട്ട പിടിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് തക്കാളി 1-2 വളർന്ന് പന്തലിലോട്ട് കയറിയിട്ട് അവിടെ കിടന്ന് കായ്ച്ചിരിക്കുന്നതാണ്. ആ തക്കാളിക്കിട്ട് കണ്ടോ കിളി കൊത്തിയിട്ടുണ്ടായിരുന്നു. കിളി കൊത്തി അങ്ങനെ കേട് വരുത്താറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ തീർത്ത് പറിക്കുന്നത് കേട്ടോ. പഴുത്തതിനിട്ട് മാത്രമേ ഈ അറ്റാക്ക് ചെയ്യുള്ളവർ. ചുവട്ടിലും 2-3 ഉണ്ട്. അതും കൂടി ഒന്ന് പറിച്ചെടുത്തേക്കാം. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളത്തേക്കിന് കേടാകാതെ തക്കാളി ഇരിക്കും. അപ്പം ഞാൻ കണ്ടോ തക്കാളി നല്ല സൂപ്പർ തക്കാളി കേട്ടോ. അത്യാവശ്യം വലിപ്പവും ഉണ്ട്. വലിപ്പം പിന്നെ നമ്മളത് നോക്കണ്ട. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തുന്നതല്ലേ. വിഷത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതാണ്. എപ്പോൾ വേണേലും നമുക്കൊരെണ്ണം എടുത്ത് അല്ലെങ്കിൽ തോട്ടത്തിൽ കയറുമ്പം പറിച്ച് തിന്നാനും ഒന്നും ബുദ്ധിമുട്ടില്ല. ഇതൊരു കോളിഫ്ലവറാണ്. അത്യാവശ്യം കണ്ടോ നല്ല വലിപ്പം വന്നിട്ടുണ്ട് കണ്ടോ. കാണുമ്പോൾ കൊതി തോന്നുന്നില്ലേ? നമുക്കിനി ഇതിനെ ഒന്ന് വിളവെടുക്കണം. അപ്പോൾ അതിൻ്റെ ചുവടിലെ ഞാനിതൊന്ന് മുറിച്ചെടുക്കുവാണേ. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ നോക്കിയപ്പോൾ നടക്കുന്നില്ല. അവിടെ ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് മുറിക്കുക. കത്രിക നല്ല സൂപ്പർ കത്രിക കേട്ടോ. അത്രയും കട്ടിയുള്ള തണ്ടാണിയിലും മുറിഞ്ഞു പോരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഇലയൊക്കെ കുറച്ചങ്ങ് അടത്തിക്കളയണം. നല്ല തിക്കായിട്ട് ഇല നിൽക്കുന്ന കണ്ടോ. അടിവശത്തെ കുറേ ഇലകളെല്ലാം പറിച്ചതിന് ശേഷം നമ്മളിത് ഇലയോട് കൂടി വെച്ചാൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിച്ചാലും മതി. എപ്പോഴും നമ്മൾ പച്ചക്കറികൾ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ കണ്ടോ നല്ല വയനാട് മൂന്നാറും ഒക്കെ ഉണ്ടായി കിട്ടുന്നത് പോലെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പ്രാവശ്യം ഇച്ചിരി കൂടുതൽ മഞ്ഞ് വന്നിട്ടുണ്ട്. മഞ്ഞ് കുറഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ കഴിഞ്ഞ ദിവസം കാണിച്ച തക്കാളിയാണേ. ഇതിനെ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഭാഗമെല്ലാം പറിച്ചെടുത്തപ്പം വീഡിയോ ഓണായില്ല. കർമ്മം ചോദിക്കാൻ വന്നവർ കാർ വിളിക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് അവർക്ക് പോയി കൊടുത്തിട്ട് വരാം. ഇനി നമുക്കിത് ഇത്രയും കോളിഫ്ലവറും നാരങ്ങയും തക്കാളിയും പേരയ്ക്കയും ഒക്കെ കൂടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ പച്ചമുളക് പറിച്ചെടുക്കുന്നില്ല. പക്ഷേ പച്ചമുളക് ഈ കൂടെ പറിച്ചിട്ടിരുന്നെങ്കിൽ നല്ല സൂപ്പറായിട്ട് പച്ച നിറം കൂടി ഇതിനകത്ത് കാണാൻ പറ്റിയേനെ അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിന്ന് വിളവെടുത്തിരിക്കുന്നത്. 2-3 പടവലം കൂടെ ഒക്കെ വിളവെടുത്തപ്പോൾ ഞാൻ നിങ്ങളെ അത് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് വിളവെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മടിയില്ലാതെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനാവശ്യമായ വളവും കീടനാശിനിയും കൂടെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.